അറ്റിക് എന്ന് പറയുന്ന സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. വ്ലാഡിഷ് സ്പിൽമൻ വാസ് എ ഫേമസ് പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് എ ജ്യൂ ഹു ലിവ്ഡ് ത്രൂ ദ ഹൊറേഴ്സ് ഓഫ് വേൾഡ് വാർ ടു. അദ്ദേഹം നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ, അതാണ് വേൾഡ് വാർ ടു എന്ന് പറയുന്നത്, ആ സമയത്ത് ഉണ്ടായിരുന്നത് വിറ്റ്നസ് ചെയ്ത ഒരു വ്യക്തിയാണ്. പോളിഷുകാരനാണ്, പോളണ്ടുകാരനാണ്, പിയാനിസ്റ്റാണ്, മാത്രമല്ല ഒരു ജൂതനും കൂടെയാണ്, ജ്യൂ ആണ്. ഡ്യൂറിങ് ദ വാർ നടക്കുമ്പോൾ ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ജൂയിഷ് ഗെറ്റോ ഇൻ വാർസോ. അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്ത് ഗെറ്റോയിൽ താമസിപ്പിച്ചിരുന്നു. ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സിറ്റിയുടെ ഒരു ഏരിയ ഉണ്ടാവും, എന്നുവെച്ചാൽ മൈനോറിറ്റി ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ. ആ മൈനോറിറ്റി ആൾക്കാർ താമസിക്കുന്ന ഏരിയയ്ക്കാണ് നമ്മൾ ഗെറ്റോ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് താമസിപ്പിച്ചിരുന്നു. ലേറ്റർ, പിന്നീട്, മോസ്റ്റ് ജ്യൂസ് വെയർ സെൻഡ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഓർ കിൽഡ് ഇൻ ഗ്യാസ് ചേമ്പേഴ്സ്. പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല ജൂതന്മാരെയും കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ കൊണ്ടുപോയിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കീഴിലുള്ള ക്യാമ്പുകളെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് പറയുന്നത്. അവിടെ ആൾക്കാരെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ ആൾക്കാരെ എന്ന് പറയുന്നില്ല, ജൂതന്മാരെയാണ്, ജ്യൂസിനെയാണ് കൊണ്ടുപോകുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പേഴ്സിലിട്ട് കൊന്നുകളയും. സ്പിൽമൻ എസ്കേപ്ഡ് ആൻഡ് ഹിഡ് ഇൻ ദ റൂയിൻസ് ഓഫ് ദ സിറ്റി ട്രൈങ് ടു സർവൈവ്. അദ്ദേഹം അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്ന് ഒരു വ്യക്തിയാണ്. രക്ഷപ്പെട്ട് കുറേ നാൾ ഒളിവിലൊക്കെ താമസിച്ച് സർവൈവ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വൺ ഡേ വൈൽ ഹൈഡിങ് ഇൻ ആൻ അബാൻഡൻഡ് ബിൽഡിംഗ്, ഒരു ദിവസം ആർക്കും വേണ്ടാത്ത ഒരു ബിൽഡിങ്ങിൽ, അബാൻഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു ബിൽഡിങ്ങിൽ, എ ജർമ്മൻ ഓഫീസർ ഫൗണ്ട് ഹിം, ഒരു ജർമ്മൻ ഓഫീസർ ഇദ്ദേഹത്തിനെ കണ്ടു, സ്പിൽമാനെ കണ്ടു. സ്പിൽമാൻ വാസ് ടെറിഫൈഡ് ബട്ട് ടോൾഡ് ദ ഓഫീസർ ഹി വാസ് എ പിയാനിസ്റ്റ്. ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞല്ലേ, പെട്ടെന്നൊരു ഓഫീസർ കണ്ടപ്പോൾ പേടിച്ചു പോയപ്പോഴത്തേക്ക് സ്പിൽമാൻ പറഞ്ഞു, ഞാനൊരു പിയാനിസ്റ്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ദ ഓഫീസർ ടുക്ക് ഹിം ടു എ റൂം വിത്ത് എ പിയാനോ ആൻഡ് ആസ്ക്ഡ് ഹിം ടു പ്ലേ. ഓഫീസർ എന്താ ചെയ്തത്? ജർമ്മൻ ഓഫീസർ പറഞ്ഞു, പിയാനോ വായിക്ക്, എന്നാ നോക്കട്ടെ, നീ പിയാനിസ്റ്റ് ആണോ നോക്കട്ടെ. ദോ ഹി ഹാഡൻ പ്ലേഡ് ഫോർ മോർ ദാൻ 2 years, സ്പിൽമാൻ പ്ലേഡ് എ പീസ് ബൈ ചോപ്പൻ. 2 വർഷം അദ്ദേഹം പിയാനോയിൽ കൈതൊട്ടിട്ട്, എന്നാൽ പോലും അദ്ദേഹം പിയാനോ വായിച്ചു. ആ ഒരു മ്യൂസിക്, ചോപ്പൻ എന്ന് പറയുന്ന ആളുടെ ഒരു മ്യൂസിക്കാണ് വായിക്കുന്നത്. ദ ഓഫീസർ വാസ് ടച്ച്ഡ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് ഹിം ഓഫേർഡ് ടു ഹെൽപ്പ്. സോ ഇത് വായിക്കുന്നത് കേട്ടതും നമ്മുടെ ജർമ്മൻ ഓഫീസർക്ക് എന്തോ ഒരു അലിവ് തോന്നിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഗ്യാസ് ചേമ്പേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാസിക്കാർ യൂസ് ചെയ്തിരുന്ന റൂമുകളാണ് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ റൂമുകളിൽ ഇവർ പോയിസണസ് ഗ്യാസ് കൊണ്ട് നിറയ്ക്കും, എന്നിട്ട് ആൾക്കാരെ അതിനകത്തിട്ട് പൂട്ടും. സോ ആൾക്കാർ ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ശ്വസിച്ചിട്ട് അതിനകത്ത് കിടന്ന് മരിക്കും. ഇതിനാണ് ഗ്യാസ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അന്ന് ജൂതന്മാരെ കൈ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാസിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ജൂതന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലിട്ടിട്ട് ഭയങ്കര അങ്ങേയറ്റം ടോർച്ചർ ചെയ്യും, അല്ലെങ്കിൽ ഈ ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുവന്നിട്ട് പോയിസണസ് ഗ്യാസ് ശ്വസിപ്പിച്ച് കൊല്ലും. അടുത്ത പാരഗ്രാഫ് നോക്കാം നമുക്ക്. സ്പിൽമാൻ ടോൾഡ് ദ ഓഫീസർ ഹി വാസ് ജൂയിഷ് ആൻഡ് ഹൈഡിങ് ഇൻ ദ അറ്റക്. സ്പിൽമാൻ ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ജൂയിഷ് ആണ്, ഞാൻ ഈ അറ്റക്കിൽ ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നു. അറ്റക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക്? ഒരു വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമില്ലേ, അതായത് ഒരു റൂഫിൻ്റെയൊക്കെ ഏറ്റവും മുകളിലത്തെ ഒരു സ്പേസിനെയാണ് നമ്മൾ അറ്റിക് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തട്ടിൻപുറം. പലരും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഈ തട്ടിൻപുറമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പിൽമാൻ ഒളിച്ച് താമസിച്ചിരുന്നത്. ദ ഓഫീസർ ഫൗണ്ട് എ ബെറ്റർ ഹൈഡിങ് സ്പോട്ട് ഫോർ ഹിം ഇൻ എ ലോഫ്റ്റ് എബവ് ദ അറ്റിക് എൻട്രൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ഹിം ഫുഡ്. അപ്പോൾ ഈ ഓഫീസർ നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ലൊരു ഒളിക്കാനുള്ള സ്പോട്ട് കണ്ടെത്തി കൊടുത്തു. ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിക്കുക. ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫിന് തൊട്ട് മുകളിലുള്ള സ്പേസ് തന്നെ, കുറച്ചുകൂടി ഉയരം ഉണ്ടാവും, ഒരു ഉയരം പൊങ്ങിയ ഒരു സ്പേസ്. അവിടേക്ക് കുറച്ചൊന്ന് മാറി ഒളിക്കാനായിട്ട് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആര്? ഈ ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പിൽമാനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. When Spillman asked if he was German, the officer replied angrily that he was ashamed to be one. അപ്പോൾ നമ്മുടെ സ്പിൽമാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ജർമ്മൻ ആണോ, ജർമ്മൻകാരനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ എങ്ങനെ മറുപടി പറയുന്നത്? ദേഷ്യപ്പെട്ടിട്ട് പറയും, എനിക്ക് പറയാൻ തന്നെ നാണക്കേടാണ് ഞാനൊരു ജർമ്മൻകാരനാണെന്ന്. കാരണവും പറയുന്നുണ്ട്, കാരണം അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യുദ്ധത്തിൽ നടക്കുന്നത്. ബിക്കോസ് ഓഫ് ഓൾ ദ ടെറിബിൾ തിങ്സ് ഹാപ്പനിങ് ഇൻ ദ വാർ.
അപ്പം അതുകൊണ്ട് എനിക്ക് ജർമ്മൻകാരനാണെന്ന് പറയാൻ തന്നെ അത്ര നാണക്കേടാണെന്നാണ് പറയുന്നത്. അഷെയിംഡ് എന്ന് പറഞ്ഞാൽ നാണക്കേട്. ദ ഓഫീസർ കെയിം സീക്രട്ട്ലി ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. പിന്നീട് വരുന്ന ആഴ്ചകളും സീക്രട്ടായിട്ട് ഈ ഓഫീസറെ കാണാൻ വന്നു. സീക്രട്ടായിട്ട് വന്നല്ലേ പറ്റുള്ളൂ, ഒളിച്ച് താമസിപ്പിക്കുകയാണ്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫീസറുടെ ജീവനും പോകും. ബ്രിങ്ങിങ് ബ്രെഡ് ആൻഡ് ജാം. സോ എന്താ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്? ബ്രെഡും ജാമും. ഹി ടോൾഡ് സ്പിൽമാൻ ടു ഹോൾഡ് ഓൺ ബിക്കോസ് ദ വാർ വുഡ് എൻഡ് സൂൺ. സ്പിൽമാന് ഒരു ഹോപ്പ് കൊടുത്തിരുന്നു, വോർ ഉടനെ തന്നെ തീരും, നീ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ. ഹോൾഡ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിൽക്കും, നിനക്ക് ഉടനെ നാട്ടിൽ പോകാൻ പറ്റും, കാരണം യുദ്ധം തീരാറായി. ബിഫോർ ലീവിംഗ് ദ സിറ്റി വിത്ത് ഹിസ് ട്രൂപ്സ് ദ ഓഫീസർ ഗേവ് സ്പിൽമാൻ മോർ ഫുഡ്, എ വാം ബ്ലാങ്കറ്റ്. സോ സിറ്റി വിട്ട് പോവുകയാണ് നമ്മുടെ ഓഫീസർ. സോ സിറ്റി വിട്ട് പോകുന്നതിന് മുന്നേ, ട്രൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെയാണ് ട്രൂപ്സ് ഓഫ് സോൾജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രൂപ്പ് അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ, അതായത് ആ സിറ്റി വിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഓഫീസർ കുറച്ചുകൂടെ ഫുഡും അതേപോലെ ഒരു ബ്ലാങ്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു ജർമ്മൻ ഓവർ കോട്ടും കൈമാറുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമ്മുടെ സ്പിൽമൻ എന്താ ചെയ്യുന്നത്? ഇൻ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പകരമായിട്ട് തൻ്റെ പേരും പറയുന്നുണ്ട്, അതേപോലെ പറയുന്നുണ്ട് ഞാൻ പോളിഷ് റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നേലും പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇഫ് പോസിബിൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. Spillman in return gave him his name and said he worked at Polish Radio, hoping to help him someday if possible. If possible എന്ന് പറഞ്ഞാൽ കഴിയുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. സ്പിൽമാൻ റിമെയിൻഡ് അലോൺ ഇൻ ദ അറ്റിക് ഡ്യൂറിങ് ദ കോൾഡ് വിൻ്റർ. സോ വിൻ്റർ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ജർമ്മൻ ഓഫീസർ നേരത്തെ കോട്ടെല്ലാം കൊടുത്തിട്ട് പോയത്. ഒറ്റയ്ക്കായിരുന്നു അറ്റിക്കിൽ. ഹി തോട്ട് അബൌട്ട് പാസ്റ്റ് ക്രിസ്മസസ് ആൻഡ് ഹൗ ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ഫാമിലി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്പിൽമൻ തൻ്റെ കുടുംബത്തിനെ കുറിച്ചിട്ടും തനിക്ക് എങ്ങനെയാണ് കുടുംബത്തിന് നഷ്ടമായി എന്നുള്ളതും തൻ്റെ കഴിഞ്ഞുപോയ ക്രിസ്മസിനെ കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട്. ഇൻ ജനുവരി 1945 ഒരു സംഭവം നടക്കുന്നുണ്ട്. ഹി ഹേർഡ് ഗൺഫെയർ ആൻഡ് ഫൈറ്റിംഗ് ആസ് സോവിയറ്റ് ആൻഡ് പോളിഷ് ഫോഴ്സസ് അപ്രോച്ച്ഡ്. സോ ഇവരുടെ ഫൈറ്റിൻ്റെ സൗണ്ട് കേൾക്കാം, കാണാൻ പറ്റില്ല കാരണം അവിടെ ഒളിച്ചിരിക്കുകയാണ്, അപ്പോൾ കേൾക്കാൻ പറ്റും ഗൺഫയറിൻ്റെ സൗണ്ടൊക്കെ. സോവിയറ്റ് യൂണിയനും അതേപോലെ പോളിഷില്ലേ, പോളണ്ടിൻ്റെ ഫോഴ്സും തമ്മിൽ ഉള്ളൊരു ഗൺഫയർ ആണ് അവിടെ നടക്കുന്നത്. വെൻ ദ ജർമ്മൻസ് ലെഫ്റ്റ് ദ ബിൽഡിംഗ്, സോ ജർമ്മൻസ് അവിടെ നിന്ന് പോയി, ആ പറയുന്ന വെടിവെച്ചയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോയി. സ്പിൽമാൻ ബിലീവ്ഡ് ഹി വാസ് ഫൈനലി ഫ്രീ. ജർമ്മൻകാർ പോയല്ലോ, അപ്പോൾ വിചാരിച്ചു ഫൈനലി എല്ലാം കഴിഞ്ഞു, ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിരിക്കവേ ഒരു ദിവസം ഹി പുട്ട് ഓൺ ദ ജർമ്മൻ കോട്ട് ടു കീപ് വാം ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ്. തണുപ്പാണല്ലോ, തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ ഈ പറയുന്ന ജർമ്മൻ കോട്ട് ഇട്ടുകൊണ്ടാണ് നമ്മുടെ സ്പിൽമൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. ബട്ട് എ വുമൺ സോ ഹിം ആൻഡ് തോട്ട് ഹി വാസ് ജർമ്മൻ സോൾജിയർ. പെട്ടെന്നൊരു ലേഡി ഇയാളെ കാണുന്നുണ്ട്. ഇയാൾ യഥാർത്ഥത്തിൽ പോളിഷുകാരനാണ്, പക്ഷെ ഇയാൾ ഇട്ടിരിക്കുന്ന കോട്ട് തെറ്റിദ്ധരിക്കും ആ സ്ത്രീയെ. കാരണം ജർമ്മൻ സോൾജിയറിൻ്റെ ജർമ്മൻകാരുടെ കോട്ടാണ് ഇട്ടിട്ടുള്ളത്. അവർ പെട്ടെന്ന് അലറും. ഷീ സ്ക്രീംഡ് ആൻഡ് പോളിഷ് ഗാർഡ് സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. പെട്ടെന്ന് തന്നെ ഇവർ അലറിയതും ഒരു പോളിഷ് സോൾജിയർ ഉണ്ടായിരുന്നു, അയാൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സ്പിൽമാൻ റൺ ബാക്ക് ടു ദ അറ്റിക്. അയാൾ പെട്ടെന്ന് തൻ്റെ ഒളിവ് സ്ഥലത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഉടനെ സോൾജിയേഴ്സ് അറൗണ്ടഡ് ദ ബിൽഡിംഗ്. എല്ലാവരും ആ ബിൽഡിങ്ങിന് ചുറ്റിനും വന്ന് നിൽക്കും. ഹീ ഷൗട്ടഡ് ഐ എം പോളിഷ് ആൻഡ് കെയിം ഔട്ട് വിത്ത് ഹിസ് ആൻസർ. പറയുന്നുണ്ട് ഞാൻ ജർമ്മൻകാരനല്ല, ഞാൻ പോളണ്ടുകാരനാണ്, ഞാൻ പോളിഷ് ആണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അയാൾ വെളിയിലോട്ട് വന്നു. അറ്റ് ഫസ്റ്റ് ദ സോൾജിയേഴ്സ് ഡിഡ്ന്റ് ബിലീവ് ഹിം. ആദ്യമേ വിശ്വസിച്ചൊന്നുമില്ല സോൾജിയേഴ്സ്. ബട്ട് ആഫ്റ്റർ ലിസണിങ് ടു ഹിസ് എക്സ്പ്ലനേഷൻ ആൻഡ് സീയിങ് ഹൗ ഹി ലുക്ഡ്. പക്ഷേ ഒരുപാട് എക്സ്പ്ലനേഷനും വിശദീകരണങ്ങളും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് അവർ റിയലൈസ് ചെയ്തു. ദേ റിയലൈസ്ഡ് ഹി വാസ് ടെല്ലിങ് ദ ട്രൂത്ത്. സത്യമാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ദേ ടുക്ക് ഹിം ടു ദെയർ ബേസ്, ഗേവ് ഹിം ഫുഡ് ആൻഡ് ലെറ്റ് ഹിം റെസ്റ്റ്. ഇവരുടെ ബേസ്മെൻറ്റിലോട്ട് ബേസിലേക്ക് കൊണ്ടുപോയി സോൾജിയേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് ആഹാരം എല്ലാം കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. 2 weeks ലേറ്റർ, 2 ആഴ്ചകൾക്ക് ശേഷം സ്പിൽമൻ വാക്ക്ഡ് ഫ്രീലി ത്രൂ വാർസോ. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അയാളൊന്ന് ഫ്രീ ആയിട്ട് ആ യുദ്ധം നടന്ന സ്ഥലത്ത് കൂടെ നടക്കുന്നത്. ഹി വാസ് ഫൈനലി സേഫ് ആഫ്റ്റർ നിയർലി 6 years. 6 വർഷത്തിന് ശേഷമാണ് ആ ഒരു ഫീലിംഗ്, സേഫ് ആണെന്ന് പറയുന്ന ഒരു ഫീലിംഗ് സ്പിൽമാന് കിട്ടുന്നത്. As he walked past the ruins of the Jewish ghetto where 500,000 Jews had died, including his family, he knew that everything behind him was loss. അയാൾ അങ്ങനെ നടന്ന് പോകവേ അയാൾ കാണുന്നതെല്ലാം റൂയിൻസ് ആണ്, നാശനഷ്ടങ്ങളാണ്. ജൂയിഷ് അവിടുത്തെ മൈനോറിറ്റി ഗ്രൂപ്പാണ്. ഞാനത് പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ. മൈനോറിറ്റി ഗ്രൂപ്പാണ്. ഇവരൊരു സിറ്റിയുടെ ഒരു മൂലയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിനെയാണ് ഗെറ്റോ എന്ന് പറയുന്നത്.
അവിടെ ഏകദേശം 500,000 ജ്യൂസാണ് മരിച്ചത്. 500,000 ജ്യൂസ്. അതിൽ തൻ്റെ സ്പിൽമാൻ്റെ ഫാമിലിയും മരണപ്പെട്ടിട്ടുണ്ട്. സോ തൻ്റെ പിറകെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടം മാത്രമേ ഉള്ളൂ സ്പിൽമാന്. ബട്ട് ഹി ഓൾസോ ന്യൂ ഹി ഹാഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഫ്രം ദാറ്റ് മൊമെൻ്റ് ഓൺ. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തനിക്കിനിയൊരു ജീവിതമുണ്ട്, തനത് മുന്നോട്ട് ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു തിരിച്ചറിവോട് കൂടിയാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. ചാപ്റ്റർ അല്ല, ശരിക്കുള്ള ജീവിതമാണ് കേട്ടോ.